ഡൽഹി സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കെ ഫരീദാബാദിലെ അൽ-ഫല സർവകലാശാലയിൽ നിന്ന് ഒരു ഡോക്ടറെ കാണാതായി. കാശ്മീർ സ്വദേശിയായ ഈ ഡോക്ടർ അപ്രത്യക്ഷനായത് വലിയ ദുരൂഹത ഉണർത്തുകയാണ്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ നിസാറുൽ ഹസൻ എന്ന ഡോക്ടറെയാണ് കാണാതായിരിക്കുന്നത്. ഇദ്ദേഹം ഡോക്ടർ ഉമറുമായിട്ട് വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന ആളാണ് എന്നാണ് പറഞ്ഞത്. ഈ ഡോക്ടർ അപ്രത്യക്ഷനായതിൻ്റെ പുറകെ NIA അന്വേഷണം ആരംഭിച്ചു. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല എന്നാണ് അന്വേഷണ വൃത്തങ്ങൾ പറയുന്നത്. 2023 ഈ ഡോക്ടറെ പുറത്താക്കി. നിസാറുൽ ഹസനെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ജമ്മു കാശ്മീർ സർക്കാർ 2023 അവിടുത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്താക്കിയിരുന്നു. തുടർന്നാണ് ഇദ്ദേഹം അൽ-ഫല യൂണിവേഴ്സിറ്റിയിലേക്ക്, അതിന് കീഴിലുള്ള മെഡിക്കൽ കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് നിയമനം തേടി വരുന്നത്. ഇവിടുത്തെ അധികൃതർ ഈ ഡോക്ടർക്ക് ജോലി നൽകുകയായിരുന്നു. എന്തായാലും ഈ ഡോക്ടറെ ഇപ്പോൾ ഇത്രയും കുഴപ്പങ്ങൾ പുറത്തു വന്ന, ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഡോക്ടറെ പിരിച്ചുവിട്ടതായിട്ട് സർവകലാശാല അധികൃതർ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. സർവകലാശാല അധികൃതർ നൽകുന്ന വിവരം, ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊന്നും അറിയില്ല. ഈ വൈറ്റ് കോളർ ഭീകരത എന്ന് പറയുന്ന, ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു സംഘടിത പ്രവർത്തനത്തിലേക്ക് ഇവർ എങ്ങനെ ചെന്നെത്തി എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഡോക്ടർ ഈ പറയുന്ന മുസാമിൽ ഷക്കീൽ, ഡോക്ടർ ഉമർ, ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പുറത്താക്കിയ ഡോക്ടർ നിസാറുൽ ഹസൻ തുടങ്ങിയവരെ ഒന്നും ഒരു വിധത്തിലും ഞങ്ങൾ സംരക്ഷിക്കുകയോ സഹായിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് സർവകലാശാല അധികൃതർ വ്യക്തമാക്കുന്നു. എന്തായാലും ഈ സർവകലാശാല ഇപ്പോൾ NIAയുടെ നിരീക്ഷണത്തിലാണ്. സർവകലാശാലയുടെ ഓരോ പ്രവർത്തനങ്ങളും വളരെ ആഴത്തിൽ പരിശോധിക്കും എന്നാണ് NIA പറയുന്നത്. അതിനിടെ മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം കൂടി പുറത്തു വന്നു. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ഡോക്ടർമാർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിൻ്റെ ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വാടകയ്ക്ക് നൽകിയ ആളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾക്കും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ല എന്നാണ് പറയുന്നത്. മറ്റൊരു മൗലവി, മേവാത്ത്, ഹരിയാനയിലെ മേവാത്തിലുള്ള ഒരു മൗലവി, മതപ്രഭാഷകൻ കൂടിയായ മൗലവി ഇഷ്തിയാഖിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനായിട്ട് ശ്രീനഗറിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ ഫരീദാബാദിലെ വാടക വീട്ടിലാണ് ഇയാളും കഴിഞ്ഞിരുന്നത്. ഇയാളുടെ ഈ പറയുന്ന മുസാമിൽ ഗനി, ഷക്കീൽ ഗനി, അതുപോലെ ഉമർ, ഇവരുമൊക്കെ ആയിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് ഈ മൗലവിയും. അതിനിടെ മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം കൂടി പുറത്തു വരുന്നത്, ഈ പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളിൽ ഇനിയും ഒരു 300 കിലോ അമോണിയം നൈട്രേറ്റ് കണ്ടെത്താനുണ്ട്. അത് ഇവിടുന്ന് എങ്ങനെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതായത് 3200 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഇവർ കൊണ്ടുവന്നത്. അതിൽ ഏതാണ്ട് 350 കിലോ അമോണിയം നൈട്രേറ്റ് ഉണ്ടായിരുന്നു, അത് പിടിച്ചെടുത്തു. പിന്നെ അല്ലാതെ ഒരു 2500ഓളം കിലോ സ്ഫോടക വസ്തുക്കൾ അല്ലാതെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കൂട്ടത്തിൽ ഒരു 300 കിലോ അമോണിയം നൈട്രേറ്റ് ഉള്ളതായിട്ടാണ് അന്വേഷണ സംഘം പറയുന്നത്. അത് കാണാനില്ല, അത് കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഡോക്ടർ നിസാറുൽ ഹസൻ്റെ തിരോധാനവും ഈ അമോണിയം നൈട്രേറ്റ് കാണാതായതും, അതുപോലെ ഒരു 3 കാറുകളാണ് ഇവർ സ്ഫോടനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത്. അതിൽ ബ്രീസ് ഇനത്തിൽപ്പെട്ട മാരുതി സുസുക്കിയുടെ ബ്രീസ്, BREZZE, ആ ബ്രീസ് ശ്രേണിയിൽപ്പെട്ട അല്ലെങ്കിൽ ആ ക്ലാസ്സിൽപ്പെട്ട ഒരു കാറ് കൂടി കണ്ടെത്താനുണ്ട്. ആ കാറും മിസ്സിംഗ് ആണ്. അതെവിടെയാണെന്ന് ഇതുവരെ ലൊക്കേറ്റ് ചെയ്യാൻ, അതിൻ്റെ സ്ഥാനം നിർണ്ണയിക്കാൻ അന്വേഷണ സംഘത്തിന് പറ്റിയിട്ടില്ല. അതെവിടെയെങ്കിലും രഹസ്യമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണോ, അതോ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതേതെങ്കിലും സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ, അതാരെങ്കിലും ഓടിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണോ, അതിനകത്ത് സ്ഫോടക വസ്തുക്കളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ ഒരു ഡോക്ടർ, നിസാറുൽ ഹസൻ എന്ന ഡോക്ടർ, 300 കിലോ അമോണിയം നൈട്രേറ്റ്, അതുപോലെ തന്നെ ഒരു കാറ്, ഇത് ഇത്രയും
അബ്സ്കോണ്ടിങ് ആണ്, കാണുവാനില്ല. ഇത് കണ്ടെത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ് എൻ ഐ എ ഉൾപ്പെടെയുള്ള ഏജൻസികൾ. ഒരു പക്ഷേ ഇത് ഏതോ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടാകാം. ഇത്രയും പേർ പിടിയിലായപ്പോൾ ഈ പറയുന്ന ഡോക്ടറും ഈ കാറും ഈ അമോണിയം നൈട്രേറ്റും ഏതെങ്കിലും ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് ഈ അന്വേഷണ സംഘം കരുതുന്നത്. ഇവർ ഈ അമോണിയം നൈട്രേറ്റ് ഒരു രാസവള ഫാക്ടറിയിൽ നിന്ന് മോഷ്ടിച്ചതാണ്. ഇത് മോഷ്ടിച്ച് കൊണ്ടുവരികയും അത് സ്ഫോടനത്തിന് ഉപയോഗിക്കാൻ വേണ്ടുന്ന രീതിയിലേക്ക് അതിനെ തയ്യാറാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് ഈ ബംഗ്ലാദേശ് നേപ്പാൾ അതിർത്തിയിലൂടെയാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ 3200 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഈ പറയുന്നത് പോലെ ഒരു 300 കിലോ അമോണിയം നൈട്രേറ്റ് ഇനിയും കണ്ടെത്താനുള്ളത്. വിവിധ ആരാധനാലയങ്ങൾ, മഹാനഗരങ്ങൾ, മോളുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, അതുപോലെ ഇന്ത്യ ഗേറ്റ്, ഇവിടെയെല്ലാം സ്ഫോടനങ്ങൾ നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി. അതിനു വേണ്ടുന്ന വലിയ ഒരു ശൃംഖല അവർ തയ്യാറാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തുടരെ അറസ്റ്റുകൾ നടക്കുകയാണ്. എത്ര പേരെ അറസ്റ്റ് ചെയ്തു, എന്തൊക്കെയാണ് വിവരങ്ങൾ എന്നുള്ളത് പരിപൂർണമായിട്ടും NIA പുറത്തുവിടുന്നില്ല. ഡൽഹി സ്ഫോടനത്തിലെ മരണം ഇതുവരെ 13 പേർ മരിച്ചു. മരണസംഖ്യ 13 ആണ് എന്ന് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ അമോണിയം നൈട്രേറ്റും ഈ സ്ഫോടക വസ്തുക്കളും IED ഉപയോഗിച്ച് സ്ഫോടനം നടത്താനും ഒപ്പം ഈ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ പ്രഹരശേഷി മാരകമാവും, കൂടുതൽ മാരകമാവും. അങ്ങനെ ആ സ്ഫോടനം നടക്കുന്ന സ്ഥലത്ത് വലിയ നാശനഷ്ടങ്ങൾ, വലിയ ആൾനാശം ഉണ്ടാക്കാനായിരുന്നു ഇവരുടെ പരിപാടി. വലിയ ഭീതി പരത്തി രാജ്യത്ത് വലിയ അന്തർസംഘർഷം സൃഷ്ടിക്കാൻ, രാജ്യത്ത് മതവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാൻ, കൊള്ളയും കൊള്ളിവെപ്പും കൊലയും നടക്കാൻ വേണ്ടി അതിനുള്ള ഇന്ധനമായിട്ടാണ് ഇവർ ഇതിനെ കണ്ടത്, ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. എന്തായാലും നിസാറുൽ ഹസനെ എത്രയും വേഗം പിടികൂടാനുള്ള പരിശ്രമത്തിലാണ് നമ്മുടെ NIA. ഈ ഡോക്ടർ കാശ്മീരിയാണ്. നേരത്തെ കാശ്മീരിൽ തന്നെ പ്രവർത്തിച്ചിരുന്നു, ഡോക്ടറായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്നു അവിടുത്തെ മെഡിക്കൽ കോളേജിൽ. നേരത്തെയും ഈ ഡോക്ടർക്കെതിരെ, സർക്കാരിനെതിരെ പ്രവർത്തിച്ചതിന് ഈ പറയുന്നത് പോലെ രാജ്യദ്രോഹ സംബന്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുമായിട്ട് ബന്ധം വെച്ചിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് കാശ്മീരിലെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ ഡോക്ടറെ പുറത്താക്കിയത്. ഈ പുറത്താക്കിയ ഡോക്ടറെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പുറത്താക്കുന്നത് എന്ന് അറിഞ്ഞിട്ടും ഈ സർവകലാശാലയിൽ, അൽ ഫലാഹ് സർവകലാശാലയിൽ ഇടം കൊടുത്തു എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. സർവകലാശാല അധികൃതർക്ക് കൈ കഴുകി ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല. അവർ ഈ ചോദ്യത്തിന് ഉത്തരം തന്നേ മതിയാവുള്ളൂ എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്തുകൊണ്ട് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിയ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ, ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്ന ഒരു ഡോക്ടറെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കിയിട്ടും എന്തുകൊണ്ടൊരു സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്താക്കി എന്ന് അന്വേഷിക്കാതെ ആ ഡോക്ടർക്ക് ജോലി കൊടുക്കുകയും അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നിയമനം നൽകുകയും എല്ലാ ഒത്താശകളും ചെയ്തത് എന്തിനാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യത്തിന് അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി അധികൃതർക്ക് ഉത്തരമില്ല. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഫരീദാബാദിലെ കാർ വിൽപ്പനക്കാരനും കസ്റ്റഡിയിലാണ് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഈ കാർ വാങ്ങുകയും മറിച്ച് വിൽക്കുകയും ചെയ്യുന്ന ഒരു ഷോപ്പ്, ഒരു ഏജൻസി തന്നെ നടത്തുന്ന ആളാണ് പിടിയിലായിരിക്കുന്നത്. ഈ ഉമർ നബി സ്ഫോടനത്തിന് ഉപയോഗിച്ച ഹുണ്ടായി കാർ വിൽപ്പന നടത്തിയതും ഈ സ്ഥാപനം വഴിയായിരുന്നു. ഈ സെക്കൻഡ് ഹാൻഡ് കാർ വിൽപ്പനക്കാരൻ അമിത് ആണ് പിടിയിലായിരിക്കുന്നത്, അല്ലെങ്കിൽ കസ്റ്റഡിയിലായിരിക്കുന്നത്. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നില്ല. എന്തായാലും ഡൽഹിയിലും ഹരിയാനയിലും അതുപോലെ കാശ്മീരിലും ഉത്തർപ്രദേശിലും ഒക്കെ ആയിട്ട് ഈ സെക്കൻഡ് ഹാൻഡ് കാറുകൾ വിൽക്കുന്ന ആൾക്കാരെ വലിയ രീതിയിൽ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണ്. കാരണം ഈ ബ്രീസ് കാറും ഡോക്ടർ നിസാറുൽ ഹസനും അതുപോലെ 300 കിലോ അമോണിയം നൈട്രേറ്റും ഇപ്പോഴും കാണാമറയത്താണ്. ഇത് കണ്ടെത്തിയേ മതിയാവുള്ളൂ. അല്ലാത്ത പക്ഷം രാജ്യം വീണ്ടും
ഒരു അപകടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അന്വേഷണ ഏജൻസികൾ വളരെ കർക്കശമായി വളരെ വേഗത്തിൽ ഇതേക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ ഡോക്ടറെ പിടികൂടാനാകും, കാർ കസ്റ്റഡിയിലെടുക്കാനാകും, അതുപോലെ അമോണിയം നൈട്രേറ്റും കണ്ടെത്താനാകും. ഒരു പക്ഷേ ഇവർ 3 പേരും 3 സ്ഥലത്താകാം. ഡോക്ടർ ഒരു സ്ഥലത്താകാം, കാറ് വേറൊരിടത്താകാം, ഈ അമോണിയം നൈട്രേറ്റ് സൂക്ഷിച്ചിരിക്കുന്നത് വേറൊരിടത്താകാം. അതിനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല.